നോമ്പ് കാലത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഭവനമില്ലാത്തവരെ, ഹോംലെസ് പീപ്പിളിനെ നമുക്ക് പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുക്കാം. യെശയ്യാ പ്രവാചകൻ പറയുന്നു 32:18, എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും, സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ. ഒരു ഭവനം, അതിൽ സന്തോഷപ്രദമായൊരു ജീവിതം, അത് എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ? ഒരു വഴിക്കിറങ്ങിയാൽ തിരിച്ച് സ്വഭവനത്തിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹം, വ്യഗ്രത, തിടുക്കം എല്ലാവരും കാണിക്കാറില്ലേ? എനിക്ക് സസുഖം വാഴാൻ ഒരു ഭവനമുള്ളപ്പോൾ അതില്ലാത്തവനെ ഞാൻ ഗവനിക്കാറില്ലല്ലോ. എന്നാൽ ഹെബ്രായ ലേഖകൻ 13:14 പറയുന്നു, നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന ഭവനം അഥവാ നഗരം ഇല്ല, വരാനിരിക്കുന്ന നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത്. ശരിക്കും ഒരു വിരോധാഭാസമാണ് അല്ലേ? പക്ഷേ യെശയ്യാ പറയുന്ന പ്രശാന്തമായ വിശ്രമ സങ്കേതവും ഹെബ്രായ കർത്താവ് പറയുന്ന വരാനിരിക്കുന്ന ഭവനവും രണ്ടും ഒന്നല്ലേ? രണ്ടും നിത്യജീവിതത്തിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? അപ്പോൾ ഒരു കാര്യം സത്യമാണ്, ഈ ലോകവും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം നൈമിഷികമാണ്, നശ്വരമാണ്. അതായത് ഞാൻ കാത്തിരിക്കുന്നത്, പ്രത്യാശ വയ്ക്കുന്നത് അനശ്വരമായ ദൈവഭവനത്തിലുള്ള നിത്യജീവനെയാണ്. ഈ ലോകത്തിലുള്ള ഭവനങ്ങൾ അയാഥാർത്ഥ്യമാണ്. അത് മണൽപ്പുറത്ത് പണിയപ്പെട്ടതാണ്. അതിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവൻ, അതിൽ ആശ്രയം വയ്ക്കുന്നവൻ നശിക്കും. എന്നാൽ പ്രത്യാശയാകുന്ന, വിശ്വാസമാകുന്ന വാറുമേൽ പണിത വീട് നിത്യകാലത്തേക്ക് നിലനിൽക്കുന്നതാണ്. അതിനാൽ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെ, സമ്പാദ്യങ്ങളെ ഓർത്ത് അഹങ്കരിക്കാതെ, ഇല്ലാത്തവനെയും കുറവുള്ളവനെയും സഹായിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി ദൈവം നൽകിയതിന് നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.